നടുവെന്ന് ബാക്കിലേക്ക്, അതായത് ബട്ടക്സിൻ്റെ ബാക്കിലേക്ക് വേദന വരിക, കുറേ നേരം ഇരിക്കുമ്പോൾ ആ വേദന കൂടി വരിക, എന്തെങ്കിലും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോഴേ അല്ലെങ്കിൽ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ വേദന കൂടിയിട്ട് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ വരിക. അപ്പോൾ ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പെയിൻ ജനറേറ്റേഴ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. ഡീപ്പ് ഗ്ലൂട്ടിയൽ പെയിൻ സിൻഡ്രോം, അതായത് നമ്മളുടെ ബാക്കിൽ നിന്ന് ചുറ്റുവശത്തുള്ള ബട്ടക്സിലേക്ക് വരുന്ന ഒരു തരത്തിലുള്ള വേദന. ഇത് പല കാരണങ്ങളും ഉണ്ടാവാം. അതിൽ ഏതാണ് ഈ വേദന ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഫസ്റ്റ് കോസ് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് ഡിസ്കിൻ്റെ പെയിൻ തന്നെയാണ്. ഏറ്റവും അവസാനത്തെ ഡിസ്കായിട്ടുള്ള L5S1 എന്ന് പറയുന്ന ഡിസ്കിൽ നിന്ന് വരുന്ന വേദന ചിലപ്പോൾ ബട്ടക് പെയിനായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതായത് കാലിലേക്കുള്ള നാഡികൾ സയാറ്റിക്ക പോലെയല്ല, എന്നാലോ മുട്ടിന് താഴോട്ടേക്ക് വേദനയില്ല, ബട്ടക്സ് വഴി താഴോട്ടേക്കുള്ള തൈസിൻ്റെ ബാക്ക് വരെ വന്ന് നിൽക്കുന്ന വേദന ഡിസ്കിൻ്റെ വേദനയായിട്ട് വരാറുണ്ട്. പിന്നെയുള്ള വേദന ബട്ടക്സിൻ്റെ ഭാഗത്തുള്ള മസിൽസ്, അതായത് പൈറിഫോമസ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന് പറയുന്ന മസിലുകളിൽ നിന്ന് വരുന്ന വേദന. അത് പ്രൈമറി കോസ് ചിലപ്പോൾ ഡിസ്ക് തന്നെ ആയിരിക്കാം, പക്ഷേ സെക്കൻഡറി കോസായിട്ട് വരുന്ന വേദനകൾ, അതായത് ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ, കുറേ നേരം സ്റ്റെപ്പ് കയറുക ഇറങ്ങുക അങ്ങനത്തെ, അല്ലെങ്കിൽ ഊരടിച്ച് വീണിട്ട് മസിൽസിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നവർ, ഇവർക്കൊക്കെ ഈ മസിൽസിൻ്റെ മയോഫേഷ്യൽ പെയിനായിട്ട്, പൈറിഫോമസിൻ്റെ മസിൽസിൻ്റെ പെയിനായിട്ട്, ടെൻഡോപ്പതിയുടെ ഭാഗമായിട്ട് ബട്ടക് പെയിൻ വരാം. വേറൊരു കോസാണ് ഫാസറ്റിന് വരുന്ന വേദന, അതായത് രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഫാസറ്റ് ജോയിൻറ്റ്, രണ്ട് എല്ലുകളെ ബന്ധിപ്പിക്കുന്ന ഫാസറ്റ് എന്ന് പറയുന്ന ജോയിൻറ്റ്സ് എന്ന് വരുന്ന വേദന. അത് കൂടുതലും കുറച്ചുകൂടി എൽഡേർലി ആൾക്കാർ, ഒരു 50+ ആൾക്കാർക്കാണ് ഇത് കണ്ടുവരാറുള്ളത്. ആ വേദനയും നടുവിന്ന് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലൂട്ടിയൽ പെയിനായിട്ട് അനുഭവപ്പെടാറുണ്ട്. കുറേ നേരം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ വേദന, കുറച്ച് നേരം നിന്നാലോ, അതുപോലെ സ്റ്റേ കേസ് കയറി തുടങ്ങുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കുറച്ച് താഴ്ചയുള്ള കാർ സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ സോഫയിൽ നിന്നോ ഇരുന്ന് നിൽക്കുമ്പോൾ ഉള്ള വേദന, ഇതൊക്കെ ഈ തരത്തിലുള്ള ആൾക്കാർക്ക് വരാറുണ്ട്. കൂടുതലും മോർണിംഗ് സ്റ്റിഫ്നെസ്സോട് കൂടിയിട്ടായിരിക്കും വരിക. അതായത് രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല വേദന, പിന്നെ കുറച്ചും കൂടെ നീങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേറൊരു പ്രശ്നമാണ് സാക്രോഇലിയക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ. അതായത് നമ്മളുടെ സീക്രം എന്ന് പറയുന്നത് എല്ലുണ്ട്, തൊട്ട് സൈഡിലായിട്ട് ഇലിയം ബോണുണ്ട്. ഈ രണ്ട് ജോയിൻറ്റിൻ്റെ ഇടയിലുണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കാരണമാവാം, ആർത്രൈറ്റിസ് കാരണമാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ഫങ്ഷൻ കാരണമാവാം. അതായത് എന്തെങ്കിലും ഒരു സ്പൈൻ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ജോയിൻറ്റും കൂടെ ഒന്ന് ഡിസ്ഫങ്ഷൻ പോലെ വരാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വേദനയും ഈ ഒരു ബട്ടക് പെയിൻ ആയിട്ടാണ് അനുഭവപ്പെടുക. കൂടുതലും സാക്രോയിഡ് ഡിസ്ഫങ്ഷൻ വരുന്നത് പ്രസവമൊക്കെ കഴിഞ്ഞ് ആ ഒരു ബാക്ക് പെയിനും ബട്ടക് പെയിനും ആയിട്ട് വരാറുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഇൻഫ്ലമേറ്ററി കോസ് ആയിട്ട്, അതായത് എന്തെങ്കിലും വാതസംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ട് സാക്രോയിലിയക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ വരാറുണ്ട്. മറ്റുള്ള ചിലർക്ക് ഈ നട്ടെല്ല് നീങ്ങിപ്പോയ വിഷയം, L5S1 അല്ലെങ്കിൽ L4 L5 എന്ന ലിസ്തസിസ് കാരണം നീങ്ങിപ്പോയ വിഷയങ്ങളുള്ള ആൾക്കാർക്കും ഈ ജോയിൻറ്റിൻ്റെ ഇൻസ്റ്റബിലിറ്റി കാരണം SI ജോയിൻറ്റ് പെയിൻ വരാറുണ്ട്. പിന്നെ സ്കോളിയോസിസ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ഈ ഒരു പെയിൻ്റെ കാഠിന്യം വരാറുണ്ട്. ചിലപ്പോൾ വേദന അവിടെ നിന്ന് തന്നെ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ പെയിനോ അല്ലെങ്കിൽ തൊടുമ്പോൾ തന്നെ വേദന അവിടെ ആവാനും സാധ്യതയുണ്ട്. വേറൊരു കോസാണ് അവിടങ്ങളിലുള്ള നാഡികളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ നെർവ് എൻട്രാപ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന വേദന. അത് സുപ്പീരിയർ ക്ലൂണിൽ നെർവ് ആവാം, ഇൻഫീരിയർ ക്ലൂണിൽ നെർവ് ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള നെർവ് അവിടെ കുറേ നേരം ഇരിക്കുമ്പോഴൊക്കെ മസിൽസിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ ഫേഷ്യൻ്റെ ഇടയിൽ കൂടെ ജാമായി പോകുമ്പോൾ ഒരു പുകച്ചിൽ, എരിച്ചിൽ, അതുപോലത്തെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വേദനയായിട്ട് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് ബട്ടക് പെയിൻ അല്ലെങ്കിൽ ഒരു പാരാക്സിയൽ നടുവിന്ന് സൈഡിലേക്ക് വരുന്ന വേദനകളുടെ കാരണം ആയേക്കാവുന്ന വിഷയങ്ങൾ. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ഒരു നോർമൽ എക്സ്റേയിൽ ചിലപ്പോൾ ഇതൊന്നും കണ്ടോളുന്നില്ല, പ്രത്യേകിച്ച് ഈ മസിൽസിൻ്റെയോ അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെയോ ഒന്നും വിഷയങ്ങൾ എക്സ്റേയിൽ കണ്ടോളുന്നില്ല. ചിലപ്പോൾ ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ ആ ഭാഗങ്ങളിൽ കുറച്ച് ഒരു മാരോ എഡീമ പോലത്തെ എന്തെങ്കിലും കണ്ടെന്ന് വരാം. ഡിസ്കിൻ്റെ അലൈൻമെൻറ്റ് കുറച്ചൊക്കെ ഒന്ന് ഒരു മാറ്റങ്ങൾ വന്നിട്ട് ആ നോർമലായിട്ട് വരേണ്ട ആ വളവൊക്കെ ലോസ് ആയിട്ട് ലോഡോസിസൊക്കെ നഷ്ടപ്പെട്ടായിട്ട് വരാം. MRIയിൽ ഒരുപാട് ക്ലൂസ് കിട്ടും. SI ജോയിൻറ്റ് പ്രശ്നങ്ങളാണ് MRI ഫൈൻഡിങ്സിൽ കിട്ടാവുന്നതാണ്. ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ MRIയിൽ അത് കാണാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങളാണെങ്കിലും MRIയിൽ അറിയാൻ പറ്റും. പക്ഷേ മസിൽസിൻ്റെ പ്രശ്നമാണെങ്കിൽ ഇതിലൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിശോധിച്ച് എവിടെ നിന്നാണ് ഈ പെയിൻ വരുന്നത് എന്നുള്ള ഏകദേശം ഒരു ക്ലൂ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എങ്ങനെയാണ് ചികിത്സ മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ
അപ്പോൾ സാധാരണഗതിയിൽ ഈ ട്രീറ്റ്മെൻറ്റ് ആദ്യം വരുന്നത് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പെയിൻ ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നോക്കുമ്പോൾ ഏറ്റവും കോമണസ്റ്റ് ഡിസ്കോജനിക് പെയിൻ തന്നെയാണ്. ഈ പെയിൻ ഡിസ്കിൽ നിന്നാണോ വരുന്നതോ ഡിസ്കിൻ്റെ സെക്കൻഡറി ആയിട്ട് മസിൽസിലാണോ വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മസിൽസിൽ വന്നേക്കാവുന്ന ട്രിഗർ പോയിൻറ്റ്സ് ആദ്യം റിലീസ് ചെയ്ത് നോക്കും. ഗ്ലൂട്ടിയൽ ട്രിഗർ പോയിൻറ്റ്സ്, പൈറഫോമസിൻ്റെ വരുന്ന ട്രിഗർ പോയിൻറ്റ്സ് ഒക്കെ ആദ്യം റിലീസ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് എക്സസൈസ് ചെയ്യാൻ പേഷ്യൻറ്റിനോട് പറയും. ഇതിൽ മാറ്റം വരാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു ഒന്നോ രണ്ടോ സിറ്റിങ്സിൽ തന്നെ ഇതിൽ ആ പെയിൻ അങ്ങ് പോകാറുണ്ട്. ഇൻ കേസ് ജോയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് പെയിൻ വരുന്നതെങ്കിൽ SI ജോയിൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൊടുത്ത് ആ പെയിൻ കുറയാനുള്ള എക്സസൈസിലേക്ക് പേഷ്യൻറ്റിനെ വിടും. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൽ തന്നെ മാറ്റം വരാം. ഇനി എന്തെങ്കിലും ഒരു സെക്കൻഡറി കോസ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ SI ജോയിൻ്റെ പ്രശ്നം എന്തെങ്കിലും വാദസംബന്ധമായ പ്രശ്നങ്ങളുകൊണ്ടായിരിക്കാം വന്നത്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഫുൾ റുമറ്റോളജി വർക്കപ്പ് ചെയ്തിട്ട് ഒരു റുമറ്റോളജിസ്റ്റ് സഹായത്തോടു കൂടി നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഇനി അതല്ല ഡിസ്കിൽ നിന്ന് വരുന്ന വേദനയാണ്, കാലിലേക്ക് അത്ര എത്തുന്നില്ല, പക്ഷേ അത് അവിടെ നിന്ന് തങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഡിസ്കിനെയും കൂടെ ട്രീറ്റ് ചെയ്ത് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാ ഡിസ്കൽ ഇഞ്ചെക്ഷൻസ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇത്തരത്തിലുള്ളൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യണം. ഓരോ പെയിനും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടായേക്കാം. ആ കാരണങ്ങൾ തേടിപ്പിച്ച് അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഈ പേഷ്യൻ്റിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമുക്ക് പെയിൻ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.